വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിലെ ഒരു ടോപ്പിക്കായ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ DRI സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് DRI സ്കീം ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ RBIയുടെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു കേട്ടോ. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ RBI that provide concessional bank loans at an affordable interest rate. അഫോർഡബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയി 4% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത്. കൺസെഷണൽ ബാങ്ക് ലോൺ ആണത്. അതായത് നമ്മുടെ വീക്കസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്കണോമിക്കലി മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ലോൺസ് ആണ് എന്ത് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം പ്രകാരം കൊടുക്കുന്ന ലോണുകൾ. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ് ഇൻ പ്രൊഡക്റ്റീവ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അവരുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു സഹായം എന്നുള്ള രീതിക്കാണത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഏത് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു, പിന്നെ അതുപോലെ അതെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇതൊക്കെ നോക്കി വെക്കണം. അപ്പോൾ DRI സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1972 നാഷണലൈസ്, അതായത് നമ്മുടെ 1969 കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ നാഷണലൈസേഷന് ശേഷം ആ പീരീഡിലാണ് ഇത്തരത്തിലുള്ള ധാരാളം സ്കീമുകളൊക്കെ കൊണ്ടുവന്നു തുടങ്ങിയത്. ഗവൺമെൻറ്റും RBIയും കൂടി സോഷ്യൽ കൺട്രോൾ ആവട്ടെ, അതുപോലെ അതായത് നമ്മുടെ പ്രീ ലിബറലൈസേഷൻ പീരീഡ് എന്ന് പറയാം അല്ലേ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രീ ലിബറലൈസേഷൻ പീരീഡിൻ്റെ ഭാഗമായിട്ടാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം വരുന്നത്. അതാണ് ആ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങൾ, DRI സ്കീം ആര് ഇനീഷ്യേറ്റീവ് ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് RBI കൊണ്ടുവന്നു. 4% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്, അതിനാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആരാണ് അതിൻ്റെ ബെനഫിഷ്യറീസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വർഷം പഠിക്കണം. 1972 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. DRI സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1972. പിന്നെ നാഷണലൈസേഷന് ശേഷമാണെന്ന് പറഞ്ഞു നമ്മൾ. അതിൽ കറക്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 25, 1972 ഇത് RBI ഡിക്ലെയർ ചെയ്യുന്നത് കേട്ടോ. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് RBIയുടെ ഇൻട്രൊഡ്യൂസിങ് ഡേറ്റ് ആണ് 25 മാർച്ച് 1972. കൂടെ ആരുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്. കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റിനാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് കൊടുക്കുന്നത്? പബ്ലിക് സെക്ടർ ബാങ്കുകൾ വഴിക്ക് ലോ ഇൻകം ഗ്രൂപ്പുള്ള ആൾക്കാർക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ വഴി ലോ ഇൻകം ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ് DRI സ്കീം എന്ന പ്രകാരമുള്ള ലോണുകൾ. അപ്പോൾ ഇതൊരു ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇന്ത്യൻ ബാങ്കിങ് പോളിസിയിൽ തന്നെ ഒരു ബാങ്കിൻ്റെ നാഷണലൈസേഷൻ മാർക്ക് ചെയ്ത പോലെ തന്നെയുള്ളൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിനുശേഷമുള്ള കടന്നു വരുന്ന ഓരോ സോഷ്യൽ കൺട്രോൾ ആവട്ടെ, ഡെവലപ്മെൻറ്റൽ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടുള്ള ഓരോരോ സ്കീമുകൾ, സ്റ്റെപ്പുകളാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? അഫോർഡബിൾ ക്രെഡിറ്റ് കൊടുക്കുക. പൂറസ്റ്റ് സെക്ഷനാണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു DRI സ്കീമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻ്റഗ്രേറ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻറ്റു ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ വീക്കർ സെക്ഷൻസിനെ കൂടി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുക. എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക. അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ആരാണ് ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ്? ഫാമിലീസ് വിത്ത് വെരി ലോ ഇൻകം ലെവൽസ്, അവരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ടൈപ്പിക്കലി ആരൊക്കെ ആവാം? ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആവാം, ഭൂമിയില്ലാത്ത ഭൂരഹിത അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആവാം, മാർജിനൽ ഫാർമേഴ്സ് ആവാം, ആർട്ടിസൻസ് ആവാം, അതുപോലെ സ്മാൾ എൻ്റർപ്രണേഴ്സ് ആവാം, ആൻഡ് പേഴ്സൺസ് എൻഗേജ് ഇൻ ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ്. പിന്നെ പ്രധാനപ്പെട്ട ഈ കുടിൽ വ്യവസായം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കരകൗശലം അങ്ങനെയൊക്കെ ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ചെയ്യുന്ന ആൾക്കാർ, എൻഗേജ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് DRI സ്കീമിൽ ബെനഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലോൺസ് നമ്മൾ പറഞ്ഞു കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. ട്രഡീഷണലി മാർക്കറ്റിലെ ഏറ്റവും കുറവ് റേറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് ബേർഡൻ പാടില്ല. അതുകൊണ്ട് റീപേയ്മെൻറ്റ് പ്രഷറും ബോറോവേഴ്സിന് കൊടുക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ റീപേയ്മെൻറ്റും അലൗ ചെയ്തിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെയാണ് ആദ്യം. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളും പിന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും രണ്ടു കൂട്ടരും ഉണ്ട് കേട്ടോ. രണ്ടു കൂട്ടരും DRI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ബെനഫിഷ്യറീസ് ആരൊക്കെയായിരുന്നു ഒന്നുകൂടി നോക്കാം. സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഉണ്ട്, റൂറൽ ആർട്ടിസൻസ് ഉണ്ട്, പിന്നെ അതുപോലെ SC ST ബെനഫിഷ്യറീസ്. SC ST വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. SC ST ബെനഫിഷ്യറീസിന് വളരെ
അധികം ഹെൽപ്ഫുള്ളാണിത്. അപ്പോൾ അതുകൊണ്ട് SC/ST ബെനഫിഷ്യറീസ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അവർക്ക് പ്രത്യേകം ഒരു പരിഗണന ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കലി ചാലഞ്ചഡ് പേഴ്സൺസ് അവർക്കും ഉണ്ട്. കാരണം അവർക്ക് ഫിസിക്കലി ചാലഞ്ചഡ് പേഴ്സൺസിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ DRIയിൽ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. വീക്കർ സെഷൻ വിത്ത് ലോ ഇൻകം, അത് കോമൺലി പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്ക് 4% ആണ്, അത് നോക്കി വെക്കണം കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് യൂണിഫോംലി ഫിക്സഡ് അറ്റ് 4% പ്രാനമാണ്, അത് നോക്കണം. പിന്നെ മാക്സിമം റീപേയ്മെൻറ്റ് പീരീഡ് എങ്ങനെയാണ്? 5 വർഷമാണ്, 3 to 5 years അങ്ങനെയാണ് പറയുന്നത്. മാക്സിമം പറയുമ്പോൾ 5 വർഷം എന്നാണ് പറയുക കേട്ടോ. മാക്സിമം റീപേയ്മെൻറ്റ് പീരീഡ് അണ്ടർ ദ DRI സ്കീം ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷമാണ്. അപ്പോൾ 4% ഓർക്കുക, 5 വർഷം ഓർക്കുക, വർഷം ഓർക്കുക. ഏതാ വർഷം? ഇമ്പോർട്ടൻ്റ് ആണ്, 1972 ഓർക്കാം. മാർച്ച് 25 ഓർക്കാൻ പറ്റുന്നവർ അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് DRI സ്കീമുമായി ബന്ധപ്പെട്ട്. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞു, നമ്മൾ 4% പറഞ്ഞു. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിന് കൊളാട്രൽസോ ഗ്യാരണ്ടീസോ ഒന്നും ആവശ്യമില്ല. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. RBI ഗൈഡ് ലൈൻസ് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നത് ബെനിഫിഷ്യറീസ് ആർ നോട്ട് റിക്വയർഡ് ടു പ്രൊവൈഡ് എനി ഫോം ഓഫ് കൊളാട്രൽ സെക്യൂരിറ്റീസ് ഓർ തേർഡ് പാർട്ടി ഗ്യാരണ്ടിയൊക്കെ സാധാരണ വേണമല്ലോ. പക്ഷേ ഇവർക്ക് അതൊന്നും, കാരണം ചെറിയൊരു എമൗണ്ടാണ് ഇവർ കൊടുക്കുന്നത്, വലിയ എമൗണ്ടൊന്നും അല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊളാട്രൽസും ഗ്യാരണ്ടീസും ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ലോൺ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ലോൺ ലിമിറ്റ് പഠിച്ചു വെക്കണം. അപ് ടു 15%. ജനറൽ പ്രൊഡക്റ്റീവ് പർപ്പസിനാണെങ്കിൽ 15,000 രൂപയും ഹൗസിംഗ് പർപ്പസിനാണെങ്കിൽ 20,000 രൂപയാണ് കൊടുക്കുന്നത്. സോ അത് നോട്ട് ചെയ്യുക കേട്ടോ. ലോൺ ലിമിറ്റ് 15,000 ഫോർ ജനറൽ പ്രൊഡക്റ്റീവ് പർപ്പസസ് ആൻഡ് അപ് ടു 20,000 ഫോർ ഹൗസിംഗ് പർപ്പസസ് ആണ് പറയുന്നത്. ഹൗസിംഗ് പർപ്പസസിന് അതാണ് പറയുന്നത്. പിന്നെ ബാങ്ക് മാൻഡേറ്റ് ഉണ്ട്, അത് നമ്മുടെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ മാൻഡേറ്റ് ഉള്ള പോലെ അതിൽ ഇൻക്ലൂഡ് ചെയ്തൊരു മാൻഡേറ്റ് ആണ്. എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും അറ്റ്ലീസ്റ്റ് 1% അവരെ ടോട്ടൽ അഗ്രിഗേറ്റ് അഡ്വാൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ 1% ആർക്ക് കൊടുത്തിരിക്കണം? ഈ ഒരു DRI സ്കീമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1% മതി. അപ്പോൾ അറ്റ്ലീസ്റ്റ് തീരെ തടയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 1% DRI സ്കീമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും എന്ന് പറയുന്നുണ്ട്. സോ അത് ബാങ്കിന് മാൻഡേറ്ററിയാണ്, ഒഴിവാക്കാൻ പറ്റില്ല. സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 15,000 ഫോർ ജനറൽ പ്രൊഡക്റ്റീവ് പർപ്പസസ് ആൻഡ് 20,000 ഫോർ ഹൗസിംഗ് പർപ്പസസ്. 1% മാൻഡേറ്ററിയാണ് ബാങ്കുകൾ നിർബന്ധമായിട്ട് DRI സ്കീമിൽ കൊടുക്കണം. അതിൽ പ്രത്യേകം നോട്ട് ചെയ്യണം 40% ഇത്തരത്തിൽ കൊടുക്കുന്ന ലോണുകളിൽ, ഈ സ്കീമിൽ കൊടുക്കുന്ന ലോണുകളിൽ 40%, അറ്റ്ലീസ്റ്റ് 40% ആർക്ക് പോകണം? SC/ST ബെനഫിഷ്യറീസിന് പോകണം എന്നുള്ളതും ഒരു ക്രൈറ്റീരിയയാണ്. സോ അതൊന്ന് നോട്ട് ചെയ്യണം. അതായത് അറ്റ്ലീസ്റ്റ് 40% ഓഫ് ഓൾ ലോൺസ് ഇഷ്യൂഡ് അണ്ടർ ദി സ്കീം മസ്റ്റ് ഗോ ഫോർ ആർക്ക് പോകണം? SC/ST ബെനഫിഷ്യറീസിന് പോയിരിക്കണം. അതും ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷനും ബാങ്കുകൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അത് നോട്ട് ചെയ്യണം. അപ്പോൾ അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പിന്നെ ഇനി എന്തൊക്കെ, ഇതൊക്കെ ബാങ്കുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 4% ലോൺ കൊടുക്കണം, 1% നിർബന്ധമായിട്ട് കൊടുക്കണം, 1% അഗ്രിഗേറ്റ് അഡ്വാൻസ് നോക്കിയിട്ട് DRI സ്കീം പ്രകാരം കൊടുത്തിരിക്കണം. പിന്നെ അതിൽ തന്നെ ടോട്ടൽ കൊടുക്കുന്നതിൽ 40% ആർക്ക് കൊടുക്കണം? SC/ST ബെനഫിഷ്യറീസിന് കൊടുക്കണം. ഇതൊക്കെ ബാങ്കുകളുടെ കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർക്കാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ആർക്കാണ് ഇൻഡിവിജ്വൽസിന് എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്താലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക? നോർമലി BPL ആൾക്കാർക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻകം ലിമിറ്റ് നോക്കുമ്പം ആനുവൽ ഫാമിലി ഇൻകം മസ്റ്റ് നോട്ട് എക്സീഡ്. റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ 18,000-ഉം അർബൻ ഓർ സെമി അർബൻ ഏരിയയിലാണെങ്കിൽ 24,000 രൂപയിൽ കൂടാൻ പാടില്ല. ആനുവൽ ഫാമിലി ഇൻകം ആണ് പറയുന്നത് കേട്ടോ. ആനുവൽ ഫാമിലി ഇൻകം മസ്റ്റ് നോട്ട് എക്സീഡ് 18,000 ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് 24,000 ഇൻ അർബൻ ഓർ സെമി അർബൻ ഏരിയാസ്. അതാണ് ഇൻകം ലിമിറ്റ് വെച്ചിട്ടുള്ളത്. അവർക്കാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളൂ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഉള്ളത് ലാൻഡ് ഹോൾഡിംഗ് ഉണ്ട് കേട്ടോ. എത്ര ഭൂമി കൈവശം വയ്ക്കാം? ബോറോവേഴ്സിന് 1 ഏക്കർ വയ്ക്കാം എന്നാണ് പറഞ്ഞത്. അത് ഇറിഗേറ്റഡ് ലാൻഡ് ആണെങ്കിൽ, കാർഷിക ഭൂമിയാണെങ്കിൽ 1 ഏക്കർ വയ്ക്കാം. എന്നാൽ അൺഇറിഗേറ്റഡ് ലാൻഡ് ആണെങ്കിൽ 2 ഏക്കറയാണ് പറയുന്നത് കേട്ടോ. 2 ഏക്കറേ പാടുള്ളൂ. മാക്സിമം ആണ് പറയുന്നത്. മസ്റ്റ് ബി റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് 1 ഏക്കർ. ഇവിടെ ഇറിഗേറ്റഡ് ലാൻഡ് ആണെങ്കിൽ 2.5 ഏക്കേഴ്സ് ആവാം അൺഇറിഗേറ്റഡ് ആണ്. എന്നാൽ ഈ രണ്ടും എക്സംപ്റ്റഡ് ആണ് ആർക്ക്? SC/ST ബോറോവേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ ലാൻഡ് ലിമിറ്റ് എക്സംപ്റ്റഡ് ആണെന്നും പറയുന്നുണ്ട്. സോ അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ബെനഫിഷ്യറി പ്രത്യേകം ഓർക്കണം, ബെനഫിഷ്യറി ഷുഡ് നോട്ട് ഹാവ് എനി അതർ സോഴ്സ് ഓഫ് ഫിനാൻസ് വൈൽ ദ DRI ലോൺ ഈസ് ആക്റ്റീവ്. ഈ DRI ലോൺ ആക്റ്റീവ് ആയിരിക്കുമ്പം ഇയാൾക്ക്, അതായത് ഈ ബെനഫിഷ്യറിക്ക്
മറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഒന്നും വരാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതായിരിക്കണം ഏക ഒരു എന്താ പറയുക സോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു സോഴ്സും ഇല്ലാതാവുമ്പോഴാണ് ഈ DRA സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ദ ആപ്ലിക്കൻസ് മസ്റ്റ് നോട്ട് ബി അസിസ്റ്റഡ് അണ്ടർ എനി അതർ സബ്സിഡിയറീസ് ലിങ്ക്ഡ് ലോൺ സ്കീം ഉണ്ടായിരിക്കുമല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ മറ്റ് പദ്ധതികളുടെ ബെനിഫിഷ്യറി ആവാൻ പാടില്ല. ദ ആപ്ലിക്കൻ മസ്റ്റ് നോട്ട് ബി അസിസ്റ്റഡ് അണ്ടർ എനി അതർ സബ്സിഡിയറി ലിങ്ക്ഡ് ലോൺ ലിങ്ക് സ്കീമിലൊന്നും അംഗമാവാൻ പാടില്ല. മാക്സിമം ലോൺ ലിമിറ്റ് നോക്കണം, എത്ര കൊടുക്കുക അത് നമ്മൾ പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ ക്യാപ്പ് ആണെങ്കിൽ 15,000 ആണ് പറയുന്നത് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേം ലോൺ ആണെങ്കിൽ 15,000 ആണ് ബെനിഫിഷ്യറി. ഹൗസിംഗ് ലോൺ നമ്മൾ പറഞ്ഞു 20,000 ആണ്. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർക്കൊരു 5,000 രൂപ അഡീഷണൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ വല്ല എയ്ഡ്സോ അപ്ലയൻസസോ എക്യുപ്മെൻറ്റ്സോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടൊരു 5,000 രൂപയും കൂടി പ്രൊവൈഡ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞതാണ് 4% ആണ്. കൊളാട്രൽസ് ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ അഗ്രികൾച്ചറൽ അലൈഡ് ഫാം ആക്ടിവിറ്റീസിനൊക്കെ വാങ്ങിക്കാം ഇത് കേട്ടോ. മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ ബേസിക് ലീവിങ് ഫുഡിന് വേണ്ടിയിട്ട് വാങ്ങിക്കാം. അഗ്രികൾച്ചറൽ അലൈഡ് ഫാമിംഗ് ആക്ടിവിറ്റീസിന് വാങ്ങിക്കാം. കോട്ടേജ് ആൻഡ് റൂറൽ ഇൻട്രസ്റ്റിന് ടൈലറിങ് നടത്തുന്നവരും ഈ കൊട്ട നെയ്യുന്ന ബാസ്ക്കറ്റ് വീവിങ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അത് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് അവരെയൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ സംഭവം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഇൻഡിവിജ്വൽസിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ കൊടുക്കുന്നത് ഈ DRAയിൽ കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട് SC STക്കും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർക്കും. ക്വാണ്ടം ഓഫ് ലോൺ എന്ന് പറയാറുണ്ട്. ഇതിൽ ക്വാണ്ടം ഓഫ് ലോൺ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ക്വാണ്ടം ഓഫ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ബോറോഡ് ഓർ സാങ്ഷൻഡ്, അതാണ് ഈ ക്വാണ്ടം ഓഫ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എലിജിബിൾ ക്രൈറ്റീരിയ നോക്കണം. 18,000 ആനുവൽ ഫാമിലി ഇൻകം, 24,000 അർബൻ ഓർ സെമിയിൽ, അത് നോക്കണം. ലാൻഡ് ഹോൾഡിംഗ് 1 ഏക്കർ എന്താണെങ്കിൽ ഇറിഗേറ്റഡ് ലാൻഡ് ആണെങ്കിൽ, 2.5 ഏക്കർ അൺഇറിഗേറ്റഡ് ലാൻഡ് ആണെങ്കിൽ. സോ അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ നോട്ട് ചെയ്യേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണെന്നും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് 5,000 രൂപ അഡീഷണൽ എമൗണ്ട് ഉണ്ടെന്നും കൊളാട്രൽസ് വേണ്ട എന്നും കൊളാട്രൽ ഫ്രീ ആണെന്നും ഒക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞില്ല, അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. ഹസാരി കമ്മിറ്റിയാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി. ഹസാരി കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഹസാരി കമ്മിറ്റിയാണ് ഈ ഒരു ഇത് നോട്ട് ചെയ്തിട്ടുള്ളത്, റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് 1970 ഉള്ള കമ്മിറ്റി ആയിരുന്നു അത്, ഹസാരി കമ്മിറ്റി കേട്ടോ. 1970 ഹസാരി കമ്മിറ്റി ഉള്ളത്. ആ ഹസാരി കമ്മിറ്റിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, DRA സ്കീം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി ഹസാരി കമ്മിറ്റിയാണ്. സോ അതും കൂടി ഒന്ന് നന്നായി നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ഇങ്ങനെ വരാം. പിന്നെ ഇതിൻ്റെ നോട്ട് നമ്മൾ എന്ത് ചെയ്യാം, പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ നമ്മളിതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ആർക്കെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചു ജോയിൻ ചെയ്യാം. ചോദിക്കുക, ചെറിയൊരു ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. നമ്മുടെ കോപ്പറേറ്റീവിലൂടെ ഡീറ്റെയിൽഡ് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്